നമസ്കാരം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന മേധാവിയുമായിട്ടുള്ള ഉദ്ധവ് താക്കറെ അവസാനം നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീഴുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ തന്നെ ഒന്ന് സഹായിക്കണേ എന്നുള്ള കെഞ്ചിക്കൊണ്ടുള്ള അപേക്ഷയുമായിട്ട് ഉദ്ധവ് താക്കറെ മോഡിയെ വിളിക്കുന്നു. രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് പരിണമിക്കുക എന്നതിനുള്ള വ്യക്തമായ ഒരു സൂചനയാണിത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിയോടൊപ്പം അമിത്ഷായോടൊപ്പം BJPയോടൊപ്പം തോളോട് തോൾ ചേർന്ന് മത്സരിച്ച് വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ മറുകണ്ഠം ചാടുകയും BJPയെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത താക്കറെയും ഇപ്പോ MLA അല്ല, MLCയുമല്ല, എങ്ങനെയെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗമായിട്ട് കടന്നുകൂടാൻ ഗവർണറുടെ ഔദാര്യം കാത്ത് കിടക്കുകയാണ്. ഇപ്പോൾ നാണമില്ലാത്ത രാഷ്ട്രീയ പരമ്പരയാണ് ഉദ്ധവ് താക്കറെയുടെ കുടുംബം ഇപ്പൊ രാജ്യത്തിന് സമ്മാനിക്കുന്നത് എന്നല്ലേ ഇത് കാണിച്ചു തരുന്നേ? സാങ്കേതികമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്റെ മുന്നിലുണ്ട് എന്നതാണ് ഗവർണർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഉദ്ധവ് താക്കറെ. അത്തരം ഒരു വേളയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സഹായം തേടിപ്പോയത്. മോഡിയെ ഇന്നലെ വിളിച്ചു എന്നാ പറയുന്ന ഫോണിൽ. മോഡി പറഞ്ഞു, എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല, ഞാൻ പരിശോധിക്കട്ടെ. അത്രയും മോഡിക്ക് പറയാൻ കഴിയൂ. കാരണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണറോട് നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമോ? അങ്ങനെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചാൽ അതിന് ഇതേ ഉദ്ധവ് താക്കറെയും NCPയും കോൺഗ്രസും ഒക്കെ നൽകുന്ന വിവക്ഷ എന്തായിരിക്കും? അതുകൊണ്ട് ഉദ്ധവ് താക്കറെക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇനി യഥാർത്ഥ പ്രശ്നം എന്താണ് അതും കൂടി ഒന്ന് നോക്കാം. കഴിഞ്ഞ നവംബർ 28-നാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായത്. NCPയും കോൺഗ്രസും അദ്ദേഹത്തിനെ പിന്തുണച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, BJPയെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് മറുകണ്ഠം ചാടി ഉദ്ധവ് താക്കറെ അപ്പുറത്ത് ചെന്ന് മുഖ്യമന്ത്രിയായത്. സാധാരണ നിലയ്ക്ക് അദ്ദേഹം MLA അല്ലായിരുന്നു, MLCയും അല്ലായിരുന്നു. അതുകൊണ്ട് 6 മാസത്തിനകത്ത് ഒന്നില്ലെങ്കിൽ നിയമസഭാ അംഗമാവണം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാവണം. അദ്ദേഹത്തിന് ഒന്ന് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ MLA ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ശിവസേനയുടെ മേധാവിയാണ്. ആര് പറഞ്ഞാലും രാജിവെക്കില്ലേ ശിവസേനയിൽപ്പെട്ടവര്? ഒരു നിയമസഭാംഗം രാജിവെച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അതിന് പകരം ഏപ്രിൽ മാസം അവസാനം നടക്കാനിരിക്കുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലൂടെ MLC ആകാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ പൊതു തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ അഭിമുഖീകരിക്കാതെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്താനും അങ്ങനെ ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനും കഴിയുമെന്നാണ് ഉദ്ധവ് താക്കറെ കരുതിയത്. ഏപ്രിൽ അവസാനം 28-ാം തീയതിയാണ് MLCമാരുടെ കാലാവധി കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഏപ്രിൽ അവസാനം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ തെരഞ്ഞെടുപ്പും നീട്ടിവച്ചിരിക്കുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമുക്കറിയാം. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മറ്റും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ചിട്ടുണ്ട്. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയും ദിഗ്വിജയ് സിംഗും രാജസ്ഥാനിൽ നിന്ന് KC വേണുഗോപാലും ഒക്കെ മത്സരരംഗത്തുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തീരുമാനമെടുത്തത് ഒരു ദേശീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായ കോൺസെൻസസിന്റെ ഭാഗമായിട്ടാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികളുടെ ഗവൺമെന്റുകളുടെ അനുമതിയുടെ അംഗീകാരത്തോടു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെയും കൂടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതിനെ ഇന്ന് ആർക്കും ആക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ ഉദ്ധവ് താക്കറേക്കുള്ള പ്രശ്നം മെയ് മാസം 27-ാം തീയതിക്കുള്ളിൽ MLAയോ MLCയോ ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വിട്ടെറിഞ്ഞ് പോകേണ്ടി വരും. 6 മാസത്തിൽ കൂടുതൽ
നിയമസഭാംഗമോ MLC-യോ അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നതാണ് ഭരണഘടനയിലെ 164 നാലാം ഭാഗം ആർട്ടിക്കിൾ 164(4) അനുസരിച്ച് പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും അതില് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം പഴയ കാലത്ത് രാജിവെക്കുന്നു, 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 മാസം രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ചില കീഴ്വഴക്കങ്ങള് മുൻകാലങ്ങളിൽ ചിലർ നടത്തിയിട്ടുണ്ട്. പക്ഷെ 2001 ശേഷം അതും സാധ്യമല്ല. കാരണം SR ചൗധരി വേഴ്സസ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമാക്കി. 6 മാസം കൊണ്ട് നിയമസഭാംഗമോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമോ ആയി മാറാൻ കഴിയാത്ത ഒരാൾക്ക് വീണ്ടും രാജിവെച്ച് ആ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല. അത് ഭരണഘടനയെ, നാട്ടിലെ നിയമങ്ങളെ അവഹേളിക്കുന്നതിന്, അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. ഞാൻ ആ സുപ്രീം കോടതി വിധിന്യായത്തിലെ 2 വാചകങ്ങൾ മാത്രം വായിക്കാം. We therefore of the considered opinion that it would be subverting constitution to permit an individual who is not a member of the legislature to be appointed a minister repeatedly for a term of 6 months, 6 consecutive months, without getting himself in the meanwhile. അതായത് 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതെ വരുന്ന ഒരാൾക്ക്, ജയിച്ചു വരാൻ കഴിയാത്ത ഒരാളെ വീണ്ടും മന്ത്രിയാക്കുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന്, ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണ് എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞത്. വേറൊരു കാര്യം കൂടി, അവസാനത്തെ വാചകമാണ് ആ ജഡ്ജ്മെന്റിൽ. ഡെമോക്രാറ്റിക് പ്രോസസ് വിച്ച് ലൈസ് അറ്റ് ദ കോർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് cannot be permitted to be flouted in this manner. ഇതുപോലെ ഭരണഘടനാ തത്വങ്ങളെ അപമാനിക്കാൻ അനുവദിച്ചുകൂടാ. അപ്പൊ അങ്ങനെ ഒരു വിധി സുപ്രീം കോടതിയുടെ നിലനിൽക്കുന്ന സമയത്ത് ഉദ്ധവ് താക്കറേക്ക് 6 മാസം കഴിഞ്ഞ് രാജിവെക്കുകയും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരാമെന്ന് ചിന്തിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല, നിലനിൽക്കില്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ വേറെ എന്താ ഓപ്ഷൻ? അങ്ങനെ വരുമ്പോഴാണ് രണ്ട് സീറ്റുകൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 2 സീറ്റുകൾ ഒഴിവുണ്ട്. അവര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള MLC-മാരായിരുന്നു. അവര് രാജിവെച്ച ഒഴിവാണ്. ആ 2 ഒഴിവിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് ഉദ്ധവ് താക്കറെ നാമനിർദ്ദേശം ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കുന്നു. സാധാരണ നിലയ്ക്ക് അതൊരു അയോഗ്യതയല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. അവര് മന്ത്രിമാരായ കീഴ്വഴക്കം ഇന്ത്യയിലുണ്ട്, രാജ്യസഭയിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു എക്സെപ്ഷണൽ കേസാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച, അത് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് MLA ആകുന്നതോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകുന്നതോ രണ്ടായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണ്. അതിന് മുതിരാതെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ട് മന്ത്രിയാവുകയും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നത് ഒരു തരം താണ 3ാം കിട പണിയാണ്. പക്ഷെ അതും അനുവദിക്കാമോ എന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ മുമ്പിലുള്ള പ്രശ്നം. അവസാനം ഉദ്ധവ് താക്കറെ മാറി നിന്നു. മറ്റു മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഉദ്ധവ് താക്കറെയുടെ പേര് MLC ആയിട്ട് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. ആ ശുപാർശ ഗവർണറുടെ മുമ്പിൽ നിൽക്കുകയാണ്. കഷ്ടിച്ച ഒരു 2-3 ആഴ്ചയായിട്ട് അതുമ്പോൾ തീരുമാനം ഗവർണർ എടുത്തിട്ടില്ല. പക്ഷെ അവിടെ ഗവർണറെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു ഭരണഘടനാ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഒരു കീഴ്വഴക്കമുണ്ട്. ഒരു നിയമസഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരാൾ മരിച്ചാൽ ആ കാലാവധി 1 വർഷത്തിൽ താഴെയാണെങ്കിൽ, നിയമസഭ പ്രത്യേകിച്ച് ലെജിസ്ലേച്ചറിലേക്ക് MLA-മാരുടെ MP-മാരുടെ 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താറില്ല. അത് നടത്തേണ്ടതില്ല എന്നതാണ് ഒരു അംഗീകൃത തത്വം.
അതൊരു ഭരണഘടനാപരമായ നിർദ്ദേശമൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാറുള്ള ഒരു സാമാന്യ നിലപാടാണ്. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട, നമുക്ക് ആ സമയവും ചെലവും ഒക്കെ മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു വർഷം പോയിട്ട് ഉദ്ധവ് താക്കറേക്ക് 35 ദിവസമേ കിട്ടൂ. ഇപ്പോ ഒഴിവുള്ള 2 സീറ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ, MLC-മാരുടെ 2 സീറ്റുകൾ. ആ സീറ്റിന്റെ കാലാവധി ജൂൺ 6-ാം തീയതി വരെയുള്ളൂ, ഈ വരുന്ന ജൂൺ 6 വരെ. അപ്പൊ 35 ദിവസത്തെ കാലാവധിക്ക് ഒരാളെ നാമനിർദ്ദേശം ചെയ്യണോ വേണ്ടയോ എന്നതാണ് ഗവർണറുടെ മുമ്പിലുള്ള പ്രശ്നം. അങ്ങനെ നാമനിർദ്ദേശം ചെയ്ത കീഴ്വഴക്കമില്ല. രാജ്യസഭയിലെ മറ്റു അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലെ അനുഭവങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ നിയമപരമായ കൂടിയാലോചനകൾ വേണം, ഭരണഘടനാപരമായ ചിന്തകൾ വേണം, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ആയിട്ട് ആലോചിക്കണം എന്നുള്ളൊരു നിലപാട് സംസ്ഥാന ഗവർണർ കോഷിയായി എടുത്തത്. അതോടെ ശിവസേന അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തു. ശിവസേന നേതാക്കന്മാരെ തെരുവിൽ നടന്ന് ഗവർണറുടെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി, അപമാനിക്കാൻ തുടങ്ങി, വെല്ലുവിളിക്കാൻ തുടങ്ങി. മഹാരാഷ്ട്രയിൽ ഗവർണറെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുവരെയുള്ള ഭീഷണി മുഴക്കി. ഇതൊക്കെ ഒരു കൂട്ടര് ചെയ്യുമ്പോൾ വേറൊരു കൂട്ടര് പിൻവാതിലിലൂടെ രാജ്ഭവനിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് നാമനിർദ്ദേശം ചെയ്യൂ എന്നുള്ള ശുപാർശയും നടത്തുന്നു. ഇതൊക്കെ മഹാരാഷ്ട്ര കണ്ടുകൊണ്ടിരിക്കുക. നാണം കേട്ട രാഷ്ട്രീയല്ലേ ഇതൊക്കെ. അപ്പൊ ഗവർണർക്ക് ഒരുപാട് കീഴ്വഴക്കങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട്, ഭരണഘടനാപരമായ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഉദ്ധവ് താക്കറെയോ അല്ലെങ്കിൽ ശിവസേനയുടെ ഗുണ്ടകളോ പറഞ്ഞ അനുസരിച്ച് ചെയ്യാനുള്ളതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായ സമയത്ത് തീരുമാനമെടുക്കും. എന്തായാലും മെയ് 28 വരെ ഉദ്ധവ് താക്കറേക്ക് ആ കസേരയിൽ 27 വരെ കസേരയിൽ ഇരിക്കാൻ ഒരു പ്രയാസമില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോഴാണ് ഉദ്ധവ് താക്കറെ നരേന്ദ്രമോദിയുടെ സഹായം തേടുന്നത്. എങ്ങനെയെങ്കിലും ഗവർണറോട് പറഞ്ഞ് തന്നെ ഒന്ന് നാമനിർദ്ദേശം ചെയ്യിക്കണേ എന്ന് കാല് പിടിച്ച് അഭ്യർത്ഥിക്കണേതിന് സമാനമല്ലേ അത്? നമ്മൾ ആലോചിക്കണം. മഹാരാഷ്ട്ര നിയമസഭയില് BJPക്ക് ഉള്ളതിന്റെ പകുതി അംഗങ്ങളേ ഉള്ളൂ ശിവസേനയ്ക്ക്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ ഉദ്ധവ് താക്കറെയും മകനും ഒക്കെ കോൺഗ്രസും NCPയുമായിട്ട് രഹസ്യ ബാന്ധവം ഉണ്ടാക്കി BJPക്കാരെ തോപ്പിക്കാൻ ശ്രമിച്ചു. BJP ജയിക്കുമായിരുന്ന ഒരു 25-30 മണ്ഡലങ്ങളിൽ ഇവര് കാലുവാരി. ഏറ്റവും ഒടുവില് 2 സന്യാസിമാർ കൊല ചെയ്യപ്പെട്ട പൽഘാർ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി പോലും ശിവസേനക്കാർ പണിയെടുത്തു എന്നാ പറയുന്നത്. അപ്പൊ രാഷ്ട്രീയമായ ഒരു ധാർമ്മികതയും ഇല്ലാത്ത പ്രവർത്തനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂട്ടർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശിവസേന BJPയുടെ കൂടെയുണ്ട്. BJPക്ക് 303 സീറ്റ് കിട്ടി. വ്യക്തമായ ഭൂരിപക്ഷത്തിന് ഒരു 5-6 സീറ്റ് കുറവായിരുന്നെങ്കിൽ BJPക്കാർക്ക് അന്ന് ശിവസേനയെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നില്ലേ? അവരപ്പുറത്ത് മറുകണ്ഠം ചാടി NCPയുടെയും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പോവില്ലായിരുന്നു എന്ന് എങ്ങനെ അറിയാം? കോൺഗ്രസുമായിട്ട് അവർ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിലുള്ള അവഹിത ബാന്ധവം ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇത്തരം നാണം കെട്ട രാഷ്ട്രീയം ബാൽ താക്കറയുടെ മകൻ ചെയ്യുമ്പോഴാണ്, ഇത്തരം തരംതാണ്ട രാഷ്ട്രീയം ബാൽ താക്കറയുടെ മകൻ കൊണ്ട് നടക്കുമ്പോഴാണ് ലജ്ജിക്കുന്നത്. ഈ വേളയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാതെ വയ്യ, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ബാൽ താക്കറയെ മാധോശ്രീ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടേ കണ്ടെത്തൂ. അത് വാജ്പേയിയും അഡ്വാനിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ മേധാവിയാണ്, അദ്ദേഹത്തിന്റെ ബാൽ താക്കറയുടെ മകനാണ്. അദ്ദേഹം ഇന്ന് ശരത് പവാറിന്റെ വീട്ടിലും കോൺഗ്രസിന്റെ മൂന്നാംകിട നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയല്ലേ, നാണമില്ലാതെ അവരുടെ പിന്നാലെ നടക്കുകയല്ലേ. എന്തൊരു അപമാനമാണ് ബാൽ താക്കറേക്ക് ഈ പുത്രൻ ഉണ്ടാക്കി കൊടുക്കുന്നത്.
അദ്ദേഹം മരിച്ചു പോയത് നന്നായി. ഇല്ലെങ്കിൽ അദ്ദേഹം അവഹേളിക്കപ്പെടുമായിരുന്നില്ലേ? നമ്മുടെ ഒക്കെ മനസ്സിൽ, മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ ഈ ഈ ഒരു 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 പ്രശ്നമുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോ മഹാരാഷ്ട്ര വലിയ പ്രതിസന്ധിയിലാണ്, നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും അധികം കൊറോണ പേഷ്യൻസ് ഉള്ള സ്റ്റേറ്റ് ആയിട്ട് അത് മാറിയിരിക്കുന്നു. 10,000-ഓളം പേരുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും എണ്ണം കൂടുകയാണ്. ഒരു നിയന്ത്രണവും കൊണ്ടുവരുവാൻ ഈ മഹാരാഷ്ട്ര ഭരണകൂടത്തിന് കഴിയുന്നില്ല. എട്ടും പൊട്ടും തിരിയാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് ഉദ്ധവ് താക്കറെ മാറുകയും ചെയ്തു. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. മഹാരാഷ്ട്ര പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിനെ ഈ നിലയിലേക്ക് തള്ളിവിടാമോ എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ട സമയമാണിത്. അവിടുത്തെ ശിവസേന MLA-മാർക്കിടയിൽ പോലും ആ സംസാരമുണ്ട്. അവർ ചിലരൊക്കെ തന്നെ ഈ കൊറോണ സംബന്ധിച്ച പ്രിപ്പറേഷൻസിനെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും ചില ചാനലുകളിൽ പോലും വന്നിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പൽഘാറില് 2 സന്യാസിമാരെ നിഷ്കരണം കൊന്ന സംഭവം. ആ സംഭവത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും ഈ ഉദ്ധവ് താക്കറെ സർക്കാർ തയ്യാറായിട്ടില്ല. ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയുന്ന ശിവസേനയുടെ മുഖ്യമന്ത്രിയുടെ കീഴില് ഹിന്ദു സന്യാസിമാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നല്ലേ കാണിക്കുന്നേ? അതിനപ്പുറമാണ് റിപ്പബ്ലിക് മേധാവി, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മാധ്യമ നേതാക്കൻ, മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ അർണബ് ഗോസ്വാമിക്കെതിരായിട്ടുള്ള പീഡനം. സോണിയാഗാന്ധി വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 12 മണിക്കൂർ നേരം മുംബൈ പോലീസ് അർണബിനെ വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചത്. അതും ഉദ്ധവ് താക്കറയുടെ കീഴിലാണ് നടക്കുന്നത്. എന്തൊരു അപമാനമാണ്. സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ ഉദ്ധവ് താക്കറെ കാൽമ വീഴുന്നു. സോണിയാഗാന്ധിയുടെ വിളി കേട്ടപ്പോൾ ഉദ്ധവ് താക്കറെ നിലവിളിക്കുന്നു കരഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാകുന്നു. അത്തരം ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ പോലെ ഉദ്ധവ് താക്കറെ പോലെ ബാൽ താക്കറയുടെ മകൻ അധപ്പതിക്കുമ്പോൾ നമുക്കൊക്കെ സഹതാപമേ ഉള്ളൂ, ദുഃഖമേ ഉള്ളൂ. ആ മനുഷ്യൻ ഇന്ന് നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണു. മോഡിയോട് ഒരേ അഭ്യർത്ഥനയുള്ളൂ നരേന്ദ്രമോദിക്കോട്. ഇത് അങ്ങേ ബാധിക്കുന്ന പ്രശ്നമല്ല, അദ്ദേഹം അങ്ങ് എടുക്കേണ്ട തീരുമാനമല്ല, ഗവർണർ എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങ് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഗവർണറാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ വേറൊരു അഭ്യർത്ഥന, ഇനി അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കുകയും ചെയ്യരുത്. അയാൾ ഡൽഹിക്ക് വരട്ടെ, കാൽക്ക വീഴട്ടെ, അമിത്ഷായോട് സംസാരിക്കാൻ പറയും. അമിത്ഷാ അത് ഡീൽ ചെയ്തോളും. പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഉദ്ധവ് താക്കറേക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള അവസരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് തടയാൻ ഏതെല്ലാം മാർഗമുണ്ടോ അതൊക്കെ BJP സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ നിലപാട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമസ്കാരം.